ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. സൂര്യ നായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 14 റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന പുതിയ തമിഴ് ചിത്രമാണ് കറുപ്പ്. അതിൽ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അവർ വന്നിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസിങ് പ്രീതി. അപ്പോൾ ആരാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അവർ ആരെയാണ് പ്രീതി എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. ഡ്രീം ബാരിയർ പിക്ചേഴ്സ്, സൂര്യ, കറുപ്പ്. മ്യൂസിക് കൊള്ളാല്ലേ? RJ ബാലാജി. തൃഷ, സൗത്ത് ക്യൂൺ. തൃശ്ശിയായതിൽ നായിക തൃഷ കൃഷ്ണനാഥ് പ്രീതി. പാട്ടുമുണ്ട എവിടെയോ കണ്ടിട്ടുണ്ട്. See you on May 14th. കറുപ്പ് റിലീസിൽ മാറ്റമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അവര് തൃഷ ഇതിലുണ്ടെന്നാണ് പറയുന്നത്. തൃഷ അതിന് അപ്പോൾ നായിക വേറെ ആരും ഉണ്ടായിരുന്നല്ലോ. നായിക അതാണ്, നായികാരെന്ന് വേറെ ഇല്ലായിരുന്നു. ഇനിയിപ്പം ക്യാമിയോ പോലെ വല്ല റോളാണ്. ഇനിയിപ്പം മാസ്റ്റർ സിനിമയിൽ ആൻഡ്രിയ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ വല്ലോ, അതുപോലത്തെ വല്ല ചെറിയൊരു റോൾ ചെയ്തിട്ട് പോകുന്ന ക്യാരക്ടറാണെന്ന് അറിയില്ല. വക്കീൽ വേഷത്തിലൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇതാണ് അപ്പം മുമ്പ് ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് സൂര്യൻ്റെ ഒപ്പം ഇറങ്ങിയതാണെന്നാണ് തോന്നുന്നത്, സിനിമ സെറ്റിൽ വെച്ചിട്ട്. സൗത്ത് ക്യൂൺ തൃഷ ഇൻട്രൊഡ്യൂസിങ് പ്രീതി ഇൻ കറുപ്പിൽ തൃഷ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. തൃഷ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ക്യാമിയോ റോൾ ആയിരിക്കും, ചെറിയൊരു 10-15 മിനിറ്റ് റോൾ ആയിരിക്കും. മേ ബി അതിലും കൂടുതൽ മിനിറ്റുകൾ ഉണ്ടായേക്കാം, അറിയില്ല എന്താണെന്ന്. അതിന് ഓഡിയോ ലോഞ്ചിലും തൃഷ വന്നിട്ടില്ലായിരുന്നല്ലോ. ചിലപ്പോൾ ഈ ക്യാമിയോ റോളും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ടായിരിക്കും അധികം വരാത്തെന്നാണ് തോന്നുന്നത്. അപ്പോൾ മെയ് 14 തന്നെയാണ് കറുപ്പ് റിലീസ് ചെയ്യുന്നത്. മാറ്റമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഇൻട്രൊഡ്യൂസിങ് പ്രീതി സൗത്തിക്കും തൃഷ എന്ന് കാണിക്കുന്ന ആ ഒരു ടീസറിലും മെയ് 14 എന്നാണ് കൊടുത്തിരുന്നത്. ഇനിയിപ്പം ജനനായകൻ മെയ് 14 വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം ജനനായകൻ 8-ാം തീയതി വരുമോ, മെയ് 14-ാം തീയതി വരുമോ എന്നുള്ളത്. കാരണം ഇപ്പോൾ ടോക്സിക് വീണ്ടും ജൂൺ 4-ാം തീയതി മാറ്റി വീണ്ടും ഏതോ ഒരു ഡേറ്റിൽ വെച്ചിരിക്കുകയാണ്. ഡേറ്റും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും കറുപ്പിന് വേറെ ഡേറ്റുകളൊന്നും കാണില്ല. മെയ് 14 തന്നെ ആയിരിക്കും റിലീസ് എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ജനനായകൻ ഇതിൻ്റെ ഇടയിൽ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. ഇതിൻ്റെ ഇടയിൽ ധ്രുവനക്ഷത്രവും വരുന്നെന്നുള്ള ടോക്കുകളൊക്കെ ഉണ്ട്, എന്താണെന്നൊരു പിടിയില്ല. അപ്പോൾ തൃഷ ഈ സിനിമയിലുണ്ട്. അപ്പം കുറേ നാളുകൾക്ക് ശേഷം സൂര്യയുമായിട്ട് തൃഷ വീണ്ടും എത്തുന്നുള്ള ഒരു ചിത്രം കൂടിയാണ് കറുപ്പ്. ഇതുവരെയുള്ള കറുപ്പിലെ ആൽബങ്ങളൊക്കെ റിലീസ് ചെയ്തു. എല്ലാ ആൽബങ്ങളിലും ഇപ്പോൾ സായ ഭയങ്കറാണ് മ്യൂസിക് ചെയ്യുന്ന. ആദ്യം ഇറങ്ങിയ 3-4 പാട്ടുകളൊന്നും ആർക്കും താല്പര്യമില്ലായിരുന്നു. ബട്ട് 4ാമത് ഇറങ്ങിയ ഒരു കറുപ്പ കൂടവാന്ന സോങ് ഇപ്പോൾ ട്രെൻഡിങ്ങും റീലൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു പാട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. എല്ലാം ആ കറുപ്പ ആ പേരുമായിട്ട് ബന്ധപ്പെട്ട കറുപ്പായിട്ട് അങ്ങനത്തെ ഒരു പാട്ടുകൾ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. ഇപ്പോൾ വെറപ്പായാലും ഗോഡ് മോഡായാലും കറുപ്പ എന്നുള്ള വാക്കുകളൊക്കെ വരുന്നുണ്ട്. റാത്രാസൻ ഇപ്പോൾ ഇതാ കറുപ്പ കൂടവാ എന്നൊക്കെ വരുന്നത്. ആൻഡ് തൃഷയെ അവരിങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു. തൃഷയ്ക്ക് നല്ലൊരു റോൾ തന്നെ ആയിരിക്കും, ചുമ്മാ വന്നു പോകുന്ന റോളല്ലെന്നൊക്കെയാണ് RJ ബാലാജി എവിടെയോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ട ഒരു ഓർമ്മ. ഇങ്ങനെ ഒരു ആക്ട്രസ് ഉണ്ട്, അപ്പോൾ നല്ല റോളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആക്ട്രസ് തൃഷയാണല്ലേ.